ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين صدق الله. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിൽ പുലർത്തി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് പടച്ച റബ്ബ് നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമുക്ക് സുപരിചിതമായ സൂറത്ത് ഫുസ്സിലത്തിലെ വളരെ ചെറിയ ഘനഗംഭീരമായ ഒരു വചനമാണ് ഞാൻ ഓർമ്മയിൽപ്പെടുത്തിയത്. മനുഷ്യരായ നമ്മളിലൊക്കെ വളരെ ചെറുപ്പം മുതലേ ഊട്ടപ്പെട്ട ഒരു സ്വഭാവമാണ് ആസ്വാദനങ്ങൾ എന്ന് പറയുന്നത്. സുഖം എന്ന് പറയുന്ന ഒരു സംഗതി ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ലല്ലോ. അവനവന്റെ സുഖം എന്താണെന്ന് ഓരോരുത്തർക്കും അറിയുകയും ചെയ്യും. മനുഷ്യരുടെ സന്തോഷങ്ങൾ വ്യത്യസ്തമാണ്. വിവിധ ആളുകൾ വിവിധങ്ങളായ മാർഗങ്ങളിൽ കൂടിയാണ് ആനന്ദവും സന്തോഷവും ഒക്കെ കണ്ടെത്തുന്നത്. പല വഴികളാണ് മനുഷ്യൻ അതിന് സ്വീകരിക്കുന്നത്. ചില ആളുകളെ നിങ്ങൾക്കറിയോന്നറിയില്ല, ചിലരുടെയൊക്കെ ആനന്ദം എന്ന് പറയുന്നത് എന്നെ ആത്മഹത്യ ചെയ്യണമെന്നാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ ഇടക്കിടക്ക് പറയും ഞാൻ മരിക്കാൻ പോവാ, ഞാൻ അങ്ങനെ എന്ന് പറയുന്ന ആളുകളുണ്ട്. ചില ആളുകളുടെയൊക്കെ ആനന്ദം എന്ന് പറയുന്നത് ക്രൂരമായ ലൈംഗികതയിലാണ്. സമകാലിക ലോകത്ത് ഒരുപാട് അവസ്ഥകളും സംഭവങ്ങളൊക്കെ ഒന്ന് ചേർത്ത് വായിച്ചു നോക്ക്. വേറെ കുറെ ആളുകളുടെ ആനന്ദം എന്ന് പറയുന്നത് മദ്യത്തിലും മയക്കുമരുന്നുകളിലുമാണ്. ഇങ്ങനെയൊക്കെ സമാധാനം കാണുന്ന ആളുകളുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ സമാധാനം എവിടെയാണ്? എവിടെ നിന്നാണ് നമുക്ക് നല്ല ഒരു ജീവിതം കിട്ടുക? ഖുർആൻ നമ്മളോട് പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോ, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ.
മുഅ്മിനായിക്കൊണ്ട് ഒരാണാവട്ടെ പെണ്ണാവട്ടെ അവരൊരു സ്വാലിഹത്തായ നന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ജീവിതത്തിൽ സുജീവിതം അല്ലാഹു തരുന്നു. ഹയാത്തുൻ തയ്യിബ, വളരെ മനോഹരമായ ജീവിതം തന്നെ. വലനജിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനേക്കാളും നല്ല വിധത്തിലുള്ള കൂലി പ്രതിഫലം അവർക്ക് വേറെയും അല്ലാഹു തരും. നിങ്ങൾ നോക്കിയേ, ശരിയായ മതം സ്വീകരിച്ചാല് ദുനിയാവിലെ എല്ലാ സുഖങ്ങളും നഷ്ടപ്പെട്ടു എന്ന ഒരു ചിന്ത ആളുകൾക്കിടയിലുണ്ട്. നല്ല മതബോധത്തോടുകൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സുഖവും പോയി എന്നാണ് പറയാറുള്ളത്. പക്ഷെ അള്ളാഹു നമ്മളോട് പറയണതറിയാം, നിങ്ങൾക്ക് നല്ല ഈ അമലുസാലിഹാത്തോടുകൂടെ ഈമാനോടുകൂടിയുള്ള ജീവിതം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരലോകം മാത്രമല്ല കിട്ടുക, നിങ്ങൾക്ക് ദുനിയാവും കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, ആരുടെ സ്വഭാവം സംശുദ്ധമാണോ, ആരുടെ ഇടപാടുകൾ സത്യസന്ധമാണോ, ആരെയാണോ കാര്യങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കാൻ ഏറ്റവും നല്ലത്, ആരിൽ നിന്നാണോ എല്ലാവരും നന്മ മാത്രം പ്രതീക്ഷിക്കുന്നത്, ആരെക്കുറിച്ചാണോ മറ്റുള്ളവർക്ക് തിന്മയുണ്ടാവുമെന്ന് ആശങ്കയില്ലാത്തത്, അവർക്കല്ലേ ദുനിയാവിൽ ഔന്നിത്യമുള്ളത്, അവർക്കല്ലേ വിജയമുള്ളത്. ഞാൻ പറഞ്ഞത് ദുനിയാവും കിട്ടും ആഖിറത്തും കിട്ടും. എങ്കിൽ ഞാൻ ഓതി വെച്ച ആയത്തൊന്ന് നല്ലപോലെ ശ്രദ്ധിക്കണം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്ന മഹത്തായ ആ വിളിയേക്കാളും നല്ല വാക്ക് മൊഴിഞ്ഞവൻ ആരാണ്? വഅമില സ്വാലിഹൻ, എന്നിട്ട് അമലു സ്വാലിഹാത്തുകളും ചെയ്തവനേക്കാളും നല്ലവൻ ആരാ? കൂടെ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്ന് അഭിമാനപൂർവം പറയുന്നവനേക്കാളും നല്ലവനാരാ? പ്രിയപ്പെട്ടവരെ, ഒരാൾ നന്നാവാൻ ഈ ലോകത്തെ ഏറ്റവും നല്ല മാർഗം ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം സംസ്കരണ പ്രക്രിയയിലെ വളരെ പ്രധാനം തൗഹീദാണ്. അതാണ് സംസ്കരണം. ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ടാണല്ലോ എല്ലാ നബിമാരുടെയും ഒന്നാമത്തെ അജണ്ട ഇതായത്, ആദർശ പ്രബോധനം. ഇതിനു വേണ്ടിയുള്ള പണിപ്പെടൽ, അതിലൂടെ മാത്രമേ ഒരാൾ നന്നാവുള്ളൂ. അതുകൊണ്ടാണ് ഏറ്റവും മഹത്തായ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരാളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കലല്ലേ? അതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടേ? അതുകൊണ്ടാണ് നമ്മളെയും രക്ഷിക്കും മറ്റുള്ളവരെയും രക്ഷിക്കാൻ നന്നാവും. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, ഞാൻ ഓർമ്മിക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്നു മാത്രം. കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്നതോടുകൂടെ നമ്മുടെ ജീവിതം സൽക്കർമ്മ പ്രേരിതമാവണം. നമ്മുടെ ഈമാൻ അമലു സ്വാലിഹാത്തുകൾക്ക് പ്രേരിതമാവണം. ഈമാനും അമലു സ്വാലിഹാത്തുകളും പ്രിയപ്പെട്ടവരെ പറഞ്ഞാൽ അവസാനമില്ലാത്ത ഒരു വിഷയമാണ്. ഇസ്ലാമില് മഹത്തായ സ്ഥാനമുള്ളത് അമലുകൾക്കാണ്. നോക്കിയേ, മനുഷ്യർക്കിടയിൽ ഏറ്റവും വിലപ്പെട്ട, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിഷയം, ഒരു സംഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടം, സ്നേഹം അല്ലേ? എല്ലാവരും എന്നെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കാത്ത വല്ല ആളുകളുണ്ടാവോ? ഇല്ലല്ലോ. ചില ആളുകളുടെ ദുഃഖം തന്നെ, ചിലരുടെ ദുഃഖങ്ങളുടെ കാരണം തന്നെ ഞാൻ മരിച്ചുപോയാൽ മതിയായിരുന്നു എന്നുള്ള ചിന്ത വരുന്നത് തന്നെ കാരണം അറിയാം, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല, പരിഗണിക്കുന്നില്ല എന്നല്ലേ? എന്നാല് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടിസ്ഥാനപരമായ ഒരു വിശ്വാസി എല്ലാവരാലും ഇഷ്ടപ്പെടുക എന്നൊരവസ്ഥയിലേക്ക് എപ്പോൾ അവരെത്തുന്നാണ് അള്ള പറഞ്ഞു തരുന്നതെന്നറിയാം. അതുണ്ടാവാൻ ഏറ്റവും നല്ല മാർഗം ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ. ശ്രദ്ധിക്കണട്ടോ, ഈമാനും അമലു സ്വാലിഹാത്തുകളുമുള്ള ആളുകൾക്ക് റഹ്മാനായ റബ്ബ് എന്ത് ചെയ്യുന്നറിയോ? അവർക്ക് ബുദ്ധുണ്ടാക്കി തരും, സ്നേഹം ഉണ്ടാക്കി തരുന്ന. അപ്പൊ അള്ളാഹുവിനോടുള്ള സ്നേഹം, സമസൃഷ്ടി സേവനം ഇസ്ലാമിൽ വളരെ പ്രധാനമാണ്. ഭയങ്കര പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു വ്യക്തി അള്ളാഹുവോട് അടുക്കും തോറും സൃഷ്ടികളോട് അടുത്തുകൊണ്ടേയിരിക്കും. ഒരാള് അള്ളാഹുവിൽ നിന്ന് അകലും തോറും അവൻ സൃഷ്ടികളിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരു അമല് സ്വാലിഹായി തീരാൻ എന്താ വഴി? വേഗത്തിൽ പറഞ്ഞത് നമുക്ക് അറിയണത് ഓർക്കുക. അള്ളാഹുവിന്റെ തൃപ്തിയും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും അതിനുണ്ടാകണല്ലോ. ആ ബോധ്യമുള്ളവരാണ് നമ്മള്. നബി ചര്യയിൽ ഒന്നിനെയും നിസ്സാരമാക്കാനോ അവഗണിക്കാനോ പാടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും വെറുതെ ഇരിക്കാൻ പാടില്ല. എത്രത്തോളം സുഹൃതം ചെയ്യുന്നുവോ അത്രയും ഈമാൻ കൂടുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. എവിടെ സൽപ്രവർത്തനങ്ങൾ കുറയുന്നുവോ അത് ഈമാനിന്റെ കുറവാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിക്കാണ്, യാ റസൂലല്ലാഹ് അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ് വ അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ഏതാണ്? ഇത് രണ്ട് ചോദ്യം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ ഏതാണ്? ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറയുക, അഹബ്ബുൻ നാസി ഇലല്ലാഹി തആല അൻഫഉഹും ലിന്നാസി, അല്ലാഹുവിന് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെന്ന് പറയുന്നത് ആരറിയോ? നമ്മുടെ കൂട്ടത്തിൽ മറ്റുള്ളവർക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നവനാണ്. വഅഹബ്ബുൽ അമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ എന്ന് പറയുന്നത് നമ്മൾ മുഖേന മറ്റൊരാൾക്ക് സന്തോഷമുണ്ടാവലാണ്. എല്ലാം അതിൽ ഉൾക്കൊണ്ടു. നമ്മൾ മുഖേന മറ്റൊരാൾക്ക് ലഭിക്കുന്ന സന്തോഷമാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അപ്പൊ ശ്രദ്ധ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മുടെയൊക്കെ ശരീരത്തിൽ 360 പാർട്സുകൾ ഉണ്ട്. നോക്കിയാൽ 300, അതിന് എന്താണ് സന്ധികൾ എന്ന് പറയും. 360 എണ്ണം. കുല്ലു സുലാമ മിനൻ നാസി അലൈഹി സദഖ, ഈ 360 എണ്ണത്തിനും സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്ന ദിവസങ്ങളിൽ ഓരോ നന്മയെങ്കിലും ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോ ഓരോ നാളും ഓരോ പ്രഭാതത്തിലും നമ്മുടെ അവയവങ്ങൾ സുരക്ഷിതമായിരിക്കുന്നു എന്നതല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ആ ശരീരം കൊണ്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, രാവിലെ ഉണരുമ്പോ നമ്മുടെ നട്ടെല്ല് നിവരുന്നില്ല എന്നെങ്കിൽ, നിവരാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ സത്യത്തിൽ അതോടുകൂടി കഴിഞ്ഞില്ലേ ബാക്കി എല്ലാ സുഖങ്ങളും, അല്ലേ? ബാക്കി എല്ലാ സുഖങ്ങളും ചേർച്ചൊന്ന് വായിക്കുക. ഇരുന്നിടത്ത് നിന്ന് കാലൊന്നും അങ്ങോട്ട് മാറ്റാൻ കഴിയുന്നില്ല. എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ബാലൻസ് തെറ്റുക. എന്തായിരിക്കും ആ മനുഷ്യന്റെ അവസ്ഥ? പടച്ചോൻ നമ്മളോട് പറയണെന്തറിയോ? അർറഹിമൂൻ യർഹമുഹുമുല്ലാഹ്. പക്ഷേ ഇപ്പോ അള്ളാഹു പടച്ചോന്റെ തൗഫീഖോടുകൂടെ യാതൊരു കേടുമില്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് റഹ്മത്ത് ചെയ്യുന്ന ആളുകൾക്കാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുക. അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടണമെങ്കിൽ ആളുകളോട് കരുണയോടെ പെരുമാറണം. റഹ്മത്ത് നമ്മുടെ സ്വഭാവമായി മാറണം. കരുണയെ നമ്മുടെ ജീവിതത്തിലെ ആശയവും ആദർശവുമായി മാറണം. ആദർശം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ പറയില്ലേ, ബാക്കി നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സ്വഭാവം, നമ്മുടെ നടത്തിരിപ്പ് എല്ലാം നമ്മുടെ ആദർശമാണ്. ആ ആദർശത്തിന്റെ ബഹിർസ്ഫുരണമാണ് ബാക്കിയെല്ലാം. അതുകൊണ്ട് നമ്മളെപ്പോഴും തേടണം, പ്രശ്നേ എന്റെ മനസ്സിനെ ലോലാക്കി തരണം, എന്റെ പെരുമാറ്റം നന്നാക്കി തരണം. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഉണ്ടല്ലോ, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരത്തും ചൊല്ലണം. നമ്മളിത് പള്ളിക്ക് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പള്ളിയിൽ നമ്മളിത് കൂട്ടത്തിൽ ചൊല്ലാറുണ്ട്. പല പള്ളികളിലും റമളാൻ മാസത്തിൽ മാത്രം ചെല്ലേണ്ടത് എന്നാണ് പലരുടെയും ധാരണ. അല്ലട്ടോ, എല്ലാ ദിവസവും ചെല്ലണം. റഹ്മത്തില്ലെങ്കിൽ ലോകം നിലനിൽക്കൂല സഹോദരങ്ങളെ. മനുഷ്യരിൽ മനസ്സിൽ കരുണയുള്ളവർക്ക് മാത്രമാണ് ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാൻ കഴിയുക. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ മാത്രമേ ആകാശത്തുള്ളവൻ നമ്മളോട് കാരുണ്യം കാണിക്കുകയുള്ളൂ. മല്ലാ യർഹം ലാ യുർഹം. പ്രിയപ്പെട്ടവരെ, നീട്ടി പറയാതെ നമ്മുടെ ശ്രദ്ധ പതിയേണ്ടുന്ന ഒരുപാട് മേഖലകളുണ്ട്. ഇവിടേക്ക് അറിയാമോ? അൽമർല, രോഗികളുണ്ട്, വിധവകളുണ്ട്, യതീമുകളുണ്ട്, ഫക്കീർമാരുണ്ട്, മിസ്കീന്മാരുണ്ട്. ഒരുപാട് മേഖലകൾ. ഉപജീവനത്തിന് ഗതിയില്ലാത്തവര്, താമസിക്കാൻ കൂരയില്ലാത്തവര്, രോഗം കൊണ്ട് വലയുന്നവര്, ജീവിതത്തിലെ താങ്ങു നഷ്ടപ്പെട്ട ആളുകള്,
ജീവിതത്തിൽ സംരക്ഷണം ഇല്ലാതായവര് ഒരുപാട് പേര്. അള്ളാഹു റസൂല് നമ്മളോട് പഠിപ്പിക്കുന്നതാന്ന് വെച്ചാൽ, നമുക്കൊരു പ്രയാസം ഉണ്ടാവുമ്പോ നിങ്ങൾക്ക് ആശ്വാസം കിട്ടണമെങ്കിൽ മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നവരാകണം നമ്മൾ. ഇത്ര പ്രധാനപ്പെട്ട വചനമെന്നറിയത്. ഞാൻ എന്തിനത് പറയുന്നു? ഒരു നമ്മൾ കുറെ ദിവസം അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചു വന്നു. എന്തിനാണ് അല്ലാഹ് റഹീമാണെന്ന് പറയുന്നത്? ആ റഹ്മത്ത് നമ്മളിൽ കാണാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വചനത്തിൽ കാണാം, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ. നമ്മുടെ ഒരു സഹോദരന്റെ ദുനിയാവിലെ ഒരു വേദന നമ്മൾ മാറ്റിയാൽ, നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാളില് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രയാസത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കും. മൻ യസ്സറ മിൻ മുഅസ്സിരിൻ യസ്സറ അല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. നമ്മുടെ ഒരു സഹോദരൻ പ്രയാസപ്പെടുന്ന ഒരാളുടെ പ്രയാസം നമ്മൾ നീക്കിയാൽ, ദുനിയാവിലെയും ആഖിറത്തിലെയും നമ്മുടെ ഒരു പ്രയാസത്തെ അല്ലാഹു മാറ്റിത്തരും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഈ വചനം ഒന്നും കൂടി നിങ്ങൾ അനങ്ങിയിരുന്ന് കേൾക്കണേ. ഒന്നൊന്നും അനങ്ങി എന്നിട്ട് കേൾക്കുക. വല്ലാഹ്, പടച്ചവൻ എവിടെയാണെന്നറിയാം? ഫീ ഔനി അബ്ദി, ഒരടിമയെ അല്ലാഹു സഹായിച്ചുകൊണ്ടേയിരിക്കും. മാകാനൽ അബ്ദു ഫീ ഔനി അഖീഹി, തന്റെ സഹോദരനെ ഞാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സമയം അത്രയും. അപ്പോ ആശ്വാസം നൽകാൻ തോന്നണമെങ്കിൽ നമുക്ക് കിട്ടിയതിന്റെ വില നമ്മൾ അറിയണ്ടേ? വേണല്ലോ. ഈ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഹബീബായ റസൂലേ, അല്ലിംനി ശൈഅൻ അസ്അലുഹു അല്ലാഹു തആല. പടച്ച റബ്ബിനോട് ചോദിക്കാൻ, എപ്പോഴും ചോദിക്കാൻ നിങ്ങൾ എനിക്കൊരു സംഗതി പഠിപ്പിച്ചേരണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞെന്തറിയോ? സല്ലല്ലാഹുൽ ആഫിയ. അല്ലാഹുവോട് ചോദിക്കാൻ ആഫിയ, ആഫിയത്തിനെ ചോദിക്കുന്നത്. റസൂലുള്ളാഹിനോട് ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തെന്തറിയോ? സല്ലല്ലാഹുൽ ആഫിയ, അല്ലാഹുവോട് നിങ്ങൾ ആഫിയത്തിനെ ചോദിക്കണം. ഫഇന്നഹു ലം യുഅത അബ്ദുൻ ശൈഅൻ അഫ്ളൽ മിനൽ ആഫിയ. ആഫിയത്തിനേക്കാളും മികച്ച ഒരു വസ്തു പടച്ചു നമുക്ക് തരാനില്ല എന്നാണ്. വേറൊന്നും തരാനില്ല. നിങ്ങൾ നോക്കിയേ, ആഫിയത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കാണ്, ചുറ്റുപാടുകൾ കാണുമ്പോ നമുക്ക് ബോധ്യം വരണ്ടേ, നമുക്ക് കിട്ടിയത് എപ്പോൾ നഷ്ടപ്പെടും എന്ന് നമുക്കറിയോ? ഖുർആൻ നമ്മളോട് പറയേണ്ട പോലെ, ശർറ് കൊണ്ടും ഹൈറ് കൊണ്ടും ഒരു ഫിത്ന എന്നോളം നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. എന്താ അറിയോ? ഹൈറും ഷർറ് കൊണ്ട് പരീക്ഷിക്കും. ഫിത്ന പരീക്ഷണം. ഹൈറും ഷർറും പരീക്ഷണമാണ്, നമ്മളെ പരീക്ഷിക്കും. ഓക്കെ, ഒരു ഹൈറ് പരീക്ഷണമായി നമുക്ക് തോന്നാറുണ്ടോ? വേദനകൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവനേക്കാളും നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കണ്ടേ? ഇതൊക്കെ ഒരു അവകാശമായി കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കാൻ കഴിയോ? ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന വേളയിൽ ഇത് ഓർത്തുകൊണ്ടല്ലാതെ റസൂലുള്ള കിടക്കില്ല എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ ചോദ്യം എന്നറിയോ? എന്നെ കുടിപ്പിച്ച, എന്നെ ഊട്ടിയ, എനിക്ക് സംരക്ഷണം തന്ന, എനിക്ക് മതിയാവോളം എല്ലാം തന്ന റബ്ബേ, വകം മിമ്മൻ കാഫിയ ലഹു വലാ മുഖ്തിയ. എത്രയെത്ര ആളുകൾക്ക് സംരക്ഷണം കിട്ടിയിട്ടില്ല, അവനേക്കാളൊക്കെ നല്ലവനല്ലേ. വല്ലാത്തൊരു വാക്കല്ലേ അത്? ആരാണ് യതീം, ആരാണ് അർമിലത്ത്, ആരാണ് രോഗികൾ? ഒക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? വിധവ, യതീമുകള്, രോഗികള്, ഇങ്ങനെ ഫക്കീർ, മിസ്കിൻ, ഓരോന്നോരോന്ന്. ചൂഷണങ്ങൾ നമ്മൾ പെടരുത്, പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ആരാണ് വിധവ, ആരാണ് അനാഥ. ഞാൻ നീട്ടിയൊന്നും പറയാതെ ഒരൊറ്റ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മളില്ലാത്ത നമ്മുടെ മക്കള്, നമ്മളില്ലാത്ത നമ്മുടെ പെണ്ണ്, നമ്മുടെ ഇണകള്, ഒറ്റ നേരാലോചിച്ച് നോക്കിയാൽ മതി. ആ വീട്ടിൽ എന്ത് സന്തോഷമാണ് ഉണ്ടാവുക? പ്രിയരെ, എത്രയെത്ര മക്കളെ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ആ കുടുംബത്തിന്റെ മുഴുവൻ സന്തോഷവും ഒരുപക്ഷെ പോയിട്ടുണ്ടാവൂലേ?
അവരാനന്ദങ്ങളൊക്കെ സന്തോഷങ്ങളൊക്കെ കൊള്ളുന്നുണ്ടാവാം. പക്ഷെ ഒരു സന്തോഷത്തിന്റെ പീക്ക് ടൈം എത്തുന്ന സമയത്ത് അറിയാതെ വറങ്ങലിച്ചു പോകുന്ന രംഗങ്ങളില്ലേ? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അനാഥ മക്കളെ ശ്രദ്ധിക്കണേ, അവരുടെ കണ്ണീര് ഈ മണ്ണിൽ വീണു പോകുന്നതിനെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണേ. സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ആ മക്കളുടെ കണ്ണുനീര് ഈ നിലത്ത് വീഴുന്നതിനെ സൂക്ഷിക്കണമെന്ന്. ഈ പലപ്പോഴൊക്കെ ഇത്തരം മേഖലകളൊക്കെ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ എത്ര ആവശ്യമുള്ള ആളുകളുണ്ടെന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബിയെ, ആയിഷ ബീവിയോടും ഇതേ റളിയല്ലാഹു അൻഹ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നബി, മനസ്സിന് വല്ലാതെ കടുപ്പം വന്നു പോകാം, എപ്പോഴും ഇങ്ങനെ വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നു, ക്രൂരത തോന്നുന്ന ആളുകളോട് ഒരു നന്മ മനസ്സിന് വരുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ തിരിച്ചു ചോദിച്ചെന്നറിയോ, അതുഹിബ്ബു അൻ യലീന ഖൽബക വതുദ്രികു ഹാജതക, നിന്റെ കൽബിന് ലോലത വേണോ? നിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണോ? ഇർഹമിൽ യതീം വംസഅ റഹ്തഹു വഅത്ഇംഹു മിൻ തആമിക, നീ യതീം മക്കളെ അവരോട് കാരുണ്യം കാണിക്കണം. എന്നിട്ട് ഹബീബായ റസൂൽ പറഞ്ഞതറിയോ, അവരുടെ തല ഇങ്ങനെ തടവി കൊടുക്കണം, തല തടവണം. സ്നേഹമസൃണമായ പെരുമാറ്റം നിന്നിൽ നിന്ന് അവർക്ക് അനുഭവിക്കാൻ കഴിയണം. എങ്കിൽ ഇത് പറഞ്ഞു, നിന്റെ അന്നത്തിൽ നിന്ന് അവരെയും ഊട്ടണം. യലീനു ഖൽബക, നിന്റെ മനസ്സു ലോലമാവിടാ, നിന്റെ ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു തരുവടാ. നമ്മളറിയാത്ത നമ്മുടെ മനസ്സിനെ ബന്ധപ്പെടുത്തുന്ന ഒരു കാന്തിക ശക്തി അവിടെ ഉണ്ട് എന്നാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു വിധവയായ സഹോദരിയുടെ ഒരു സംഗതി ഓർമ്മ വന്നതാണ്. ഭർത്താവ് മരിച്ച് കുറച്ചു കാലമൊക്കെ ആൾക്കാരും കുടുംബങ്ങളൊക്കെ ശ്രദ്ധിച്ചു. എന്തൊക്കെ മരിച്ചിട്ട് 2 കൊല്ലായി. ഈ വീട്ടിലിടുന്ന ഒരു ഡ്രസ് ഉണ്ട്, ഞങ്ങളുടെ നാട്ടിൽ മാക്സി എന്നൊക്കെ അതിന് പറയും. അത് ഞാൻ അങ്ങനത്തെ ഒരു സാധനം പോലും എനിക്ക് എടുത്തിട്ട് 2 കൊല്ലമായി എന്ന് പറയുന്ന ആളുകളുണ്ട്. വളരെ അടുത്തുള്ളൊരു പരിചയക്കാരൻ ഒരു വലിയൊരു എമൗണ്ട് ഇത്തരം ഒരു ഫീൽഡിലേക്ക് വേണ്ടി സഹായിച്ച മലപ്പുറം ജില്ലയിലെ അങ്ങേ അറ്റത്തുള്ള ഒരു വിദേശ പ്രവാസിയായ ഒരു സഹോദരനുണ്ട്. അദ്ദേഹം പറയുന്നൊരു അനുഭവമുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തിന്റെ ഷർട്ട് കുപ്പായം കീറിയിരുന്നു. അങ്ങനെ കീറിയ കുപ്പായം ഇട്ടിട്ട് ഞാൻ സ്കൂളിൽ ചെന്നപ്പോ പിന്നിലിരിക്കുന്ന കുട്ടികൾ അത് വെച്ചിട്ട് ഇങ്ങനെ പേന കൊണ്ട് ഇങ്ങനെ കീറിയിട്ട് പറഞ്ഞു, കീറിയ കുപ്പായാണോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ വീട്ടിൽ പോയിട്ട്, പണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ഈ പഴയ വസ്ത്രങ്ങൾ തുന്നി നിറച്ചുള്ള തലയണകൾ ഉണ്ടായിരുന്നു. തലയണ ഉണ്ടാക്കാൻ അങ്ങനെയായിരുന്നു, ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ട്. ആ തലയണ കീറിയിട്ട് ഇങ്ങനെ പൊറിച്ചു നോക്കിയപ്പോ അതിൽ നിന്ന് അത്യാവശ്യം ഇടാൻ പറ്റുന്ന ഒരു പഴയ കുപ്പായം കിട്ടി. ആ കുപ്പായം അലക്കിയിട്ട് ഞാൻ പിറ്റേന്ന് അവിടെ ഇട്ടിട്ട് പോയി. വല്ലാതെ കരഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത്. ഇങ്ങനെ യതീമായ മക്കൾക്ക് സഹായം ചോദിച്ചപ്പോ ഒന്നല്ല, വളരെ വലിയൊരു എമൗണ്ട് അദ്ദേഹം എടുത്തു എന്നിട്ട് പറഞ്ഞു, ഒരു കുട്ടിക്കല്ല 1000 കുട്ടികളെങ്കിലും ഇങ്ങനത്തെ ഒരു നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കണം. എത്ര ആളുകൾ സഹായിക്കുന്ന ആളുകളുണ്ടെന്നറിയോ? ഇരിക്കാൻ ഒരു കൂരയില്ലാത്ത അതിന്റെ വേദന ഒരുപക്ഷെ വലിയ വലിയ മണിമാളികകളിലോ അത്യാവശ്യം സൗകര്യങ്ങളുള്ള വീടുകളിലും പിറന്നു വീണ പലർക്കും അത് അറിഞ്ഞുകൊള്ളണമെന്നില്ല, അല്ലേ? എങ്കിൽ അത്തരത്തിലുള്ള വീടുകളിലുള്ള ആളുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? ജനുവരി 15 പാലിയേറ്റീവ് ഇവിടെയാണ്. മാറാവ്യാധി രോഗങ്ങൾ ബാധിച്ചവര്, വീട്ടിൽ സംരക്ഷിക്കാൻ ആളില്ലാത്തവര്, മറ്റു പ്രയാസങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നവര്, സാന്ത്വന പരിചരണം ഖുർആൻ അതിനെ നൽകിയ, ഇസ്ലാം അതിന് നൽകിയ പേര് തന്നെ. ഹബീബായ റസൂൽ പറഞ്ഞത്, നിങ്ങൾ രോഗികളെ സന്ദർശിക്കണം. ശരിക്ക് ഈ അയ്യാദത്ത് എന്ന് പറഞ്ഞാൽ ക്ലിനിക്ക് എന്നാ പറയാ. രോഗി സന്ദർശനത്തിന് അറബിയിൽ പറയാൻ തരിക അയ്യാദത്തുൽ മരീദ് എന്നാണ്. അപ്പൊ അയ്യാദത്ത് നോക്കൊണ്ട് ക്ലിനിക്ക്, ഒരു ക്ലിനിക്കിൽ ചെന്നാൽ കിട്ടുന്ന എന്തെല്ലാം പരിചരണമുണ്ടോ അങ്ങനെ ഒരു പരിചരണം ഒരു രോഗിയായ ഒരാളുടെ അടുക്കൽ ചെല്ലുമ്പോ നമുക്ക് നൽകാൻ കഴിയണ്ടേ? അയാൾക്ക് ചെല്ലാൻ തോന്നണ്ടേ? ആരാണ് ഇവരെന്നറിയോ? ഈ ക്യാൻസറൊക്കെ ബാധിച്ച് തളർന്ന എത്രയും മനുഷ്യന്മാരുണ്ട്.
നിങ്ങൾ ഇത്തരം പാലിയേറ്റീവ് ക്ലിനിക്കുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡ് അവരോടൊന്ന് ഇരുന്ന് ഒന്ന് സംസാരിച്ച് നോക്കുന്നപ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല സകലമാന പരീക്ഷണങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നൊക്കെ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു രോഗി ഒരു വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ സത്യത്തില് ആ വീടിന്റെ അതുവരെയുള്ള എല്ലാ സ്വസ്ഥതയും കുറച്ചെങ്കിലൊക്കെ ഒരു സമാധാനത്തെ നഷ്ടപ്പെടില്ല സഹോദരങ്ങളെ, അല്ലെ? ആഫിയത്തോടുകൂടെ ആഫിയത്തിന് വേണ്ടി തേടാൻ കിട്ടുന്ന ഒരവസരവും നമ്മളോട് നഷ്ടപ്പെടുത്തരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, എന്തും സംഭവിക്കാവുന്ന ലോകമാണിത്. ഈ സമകാലിക ലോകം പ്രത്യേകിച്ച് രോഗങ്ങളുടെ കാര്യം പറയേണ്ടതില്ല. കോവിഡിന് മുമ്പും കോവിഡ് അനന്തരവും 2 തരം സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എത്രയെത്ര മരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ നമ്മൾക്ക് കാണുന്നത്. ചില മക്കളുടെയൊക്കെ വേർപാടുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്ങാവുന്നതിലപ്പുറമുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചില മക്കളെങ്ങനെ കാണുമ്പോ ശരിക്കത് ഒറിജിനൽ മക്കളല്ല, ഒരു AI കുട്ടികളൊക്കെ പോലെ തോന്നിപ്പോകും. അത്ര സുന്ദരന്മാരായ ആ മക്കളെയൊക്കെ അല്ലാഹു തിരിച്ചു വിളിക്കുക, അല്ലെ? എന്തെല്ലാം പരീക്ഷണങ്ങൾ, എന്തെല്ലാം വേർപാടുകളാണ് നമ്മൾ കാണുന്നത്. ഞാനതിന് പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, അങ്ങനൊരു വേർപാട് ഒരു പക്ഷെ ഏത് രൂപത്തിലാണ് നമ്മുടേതും എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ അതിനിടയ്ക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊരുപാട് പേര് തന്നത് നാം ഒരാൾക്കെങ്കിലും നൽകുക. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് വേണ്ടി കരയുക, മറ്റുള്ളവരെ ആസ്വദിപ്പിക്കുക. മുമ്പിൽ കാണുന്ന മനുഷ്യരെ സ്നേഹിക്കാതെ കണ്ണിൽ കാണാത്ത ഒരു പടച്ചവനെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പറയാം. ജീവിതത്തിൽ എന്തും വരാം, പലതും വരാതിരിക്കാനുള്ള മാർഗമാണ് പരസഹായം എന്ന് പറയുന്നത്. നിസ്കാരം മാത്രം മതി. അങ്ങനെ സ്വസ്ഥമായി കൂടലല്ല, നമ്മൾ ഇറങ്ങണം. ൊക്കെ ഈ സഹാബികളുടെ ഒക്കെ ജീവിതങ്ങൾ ഇങ്ങനെ പരിശോധിച്ചു നോക്കി വല്ലാത്തൊരു അനുഭവമാണല്ലോ. ഒരു വളരെ ചെറുപ്പക്കാരനായ ഒരു സഹാബി ഓർമ്മ വന്നപ്പോ വേഗത്തിൽ പറഞ്ഞു തരിക. ഒരു സഹാബി മരണപ്പെട്ടു. അയാളുടെ സൈനുൽ ആബിദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ അപരനാമം തന്നെ. എന്നുവെച്ചാൽ ആബിദീങ്ങളിൽ വെച്ച് മുത്ത് എന്നാണ് ആ പദത്തിന് അർത്ഥം. അദ്ദേഹത്തിന്റെ ജനാസ കുളിപ്പിക്കുന്ന സമയത്ത് പുറത്ത് വലിയൊരു പാടുണ്ട്. സഹോദരങ്ങൾ ഇത് കണ്ടപ്പോ ആകെ ബേജാറായിട്ട് ചോദിച്ചു, വല്ല പ്രയാസം പിടിച്ച വല്ല അപകട മരണമാണോ എന്നുള്ളതാണ്. പ്രിയതമയോട് ചോദിച്ച് എന്താണത് എന്ന് ചോദിച്ചു. ഒന്നുമില്ല, ജോലി കഴിഞ്ഞ് വന്ന് കച്ചവടം കഴിഞ്ഞ് ലാഭം കിട്ടിയാലേ ആ ലാഭം ഞങ്ങളെ മക്കൾക്ക് അത്യാവശ്യമുള്ളത് എടുത്തു മാറ്റിയിട്ട് ഞാനും എന്റെ പ്രിയതമനും അങ്ങകലെയുള്ള ഇന്നാലിന്റെ ആളുകൾക്ക് വേണ്ടി എന്നറിയോ അരിയാക്കി ഒക്കെ പല വസ്തുക്കളാക്കി അത് മാറ്റിയിട്ട് ആ പുറത്ത് വെച്ച് ചുമന്നുകൊണ്ടുപോകും. ആ ചുമന്നതിന്റെ പാടാണ്. ചില കയ്യിലൊക്കെ തഴമ്പുണ്ടാവും. നല്ല പണിക്കാരെ നോക്ക്, നല്ല ചുമക്കുന്ന ആളുകളുടെയൊക്കെ തലയിൽ തഴമ്പുണ്ടാവും. നമുക്കൊരു പക്ഷെ അതിങ്ങനെ പിടിച്ചാൽ അറിയാത്തതുപോലെയല്ല. ഞാൻ പറഞ്ഞത് സ്വസ്ഥമായി കൂടേണ്ടെന്ന് ജീവിതം അല്ല ഇത്. ചെറിയ ജീവിതം, കുറഞ്ഞ സമയം, നന്മകൾ ചെയ്യാൻ ധാരാളം അവസരങ്ങൾ, തിന്മ ചെയ്യാനും അങ്ങനെ അവസരമുണ്ട് കേട്ടോ. എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം സഹോദരങ്ങളെ. സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ തുലാസ് തൂങ്ങണം സഹോദരങ്ങളെ. ഈ ജന്മം കൊണ്ട് എന്ത് ചെയ്തു എന്ന് അള്ളാഹുവിന്റെ ചോദ്യത്തിന് ധൈര്യപൂർവ്വം മറുപടി പറയാൻ നമുക്ക് കഴിയണം. അതിനെന്തെങ്കിലും നമ്മുടെ കയ്യിൽ വേണ്ടേ? എന്തെങ്കിലും വേണ്ടേ? കർമ്മങ്ങൾ കൊണ്ട് പൂത്തുലയണം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് വിളിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുക. ആ കലിമത്തിനേക്കാളും വാക്കുകൾ മനോഹരമായ വാക്കുച്ചരിക്കുന്നവൻ ഈ ലോകത്തില്ല കേട്ടോ, നല്ലവനില്ല. കൂടെ അതിനന്വർത്ഥമാക്കുന്ന വിധം അമൽ സാലിഹാത്തുകളെ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കുക, അഭിമാനബോധം ഉണ്ടാവുക. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അങ്ങനെ നെറ്റി വിയർത്ത് സന്തോഷത്തോടുകൂടി പിരിയാൻ നമുക്ക് കഴിയണം. നന്നായി പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. എപ്പോഴാണ് നമ്മൾ പോകണം, ആ പോകുന്നതൊക്കെ സന്തോഷകരമാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്
വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാം ദുർബലരായി പോകുന്ന, പലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒരു ക്ഷീണം വന്നു പോകുന്ന രണ്ട് സംഗതികളാണ്. ഒന്ന് രോഗം എന്നതും ഒന്ന് വാർദ്ധക്യം എന്നതും. രോഗങ്ങൾ തന്നെ പല വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ. 2030 ആകുമ്പോഴേക്ക് ലോകത്ത് തന്നെ ഏറ്റവും വലിയ മാരകമായ രോഗം സ്ട്രെസ്, ഡിപ്രഷനായിരിക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത്. മാനസികാരോഗ്യം വലിയൊരു പ്രശ്നമാണ്. എങ്കിൽ അതിന്റെ തന്നെ ഈ 85% മാനസിക രോഗത്തിനും ചികിത്സ എന്ന് പറയുന്നത് സാന്ത്വനവും പരിചരണവും മാത്രമേ ഉള്ളൂ. 15% മാത്രമാണ് എവിടെ ചികിത്സക്ക് വരെ സ്കോപ്പുള്ളൂ എന്നാണ് ആ രംഗത്തുള്ള പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് പരിചരണം എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. ഇപ്പൊ സഹാബത്തിന്റെ ഒക്കെ ജീവിതങ്ങൾ നമുക്കത് കാണാൻ കഴിയും, അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ട് പിറ്റേന്ന് നോക്കിയപ്പോ സുബൈന്റെ മുമ്പ് മൂപ്പരെ കാണാനില്ല. അപ്പോ ചെന്നിങ്ങനെ നോക്കുമ്പോൾ ഉമറും അവരും തമ്മിലുള്ള മത്സരമാണ്. ഞാൻ ഈ സംഭവം പലവട്ടം ഓർത്തിട്ടുണ്ട്. ഭയങ്കര മത്സരമാണ്. എവിടേക്കാണ് അബൂബക്കർ പോകുന്നത്? ഒരു കണ്ണ് കാണാത്ത വയസ്സായ ഒരാളുടെ വീട്ടിൽ വെള്ളവും ആവശ്യമുള്ളതൊക്കെ ചെയ്തു വെക്കുക, എന്നിട്ട് തിരിച്ചു വരിക. പിറ്റേസം എന്ത് ചെയ്യുന്നറിയോ? പിന്നെ ഇത് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തു വെച്ചു. എന്നിട്ട് ഇങ്ങനെ മടങ്ങി വരിക. അപ്പൊ അബൂബക്കർ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. രണ്ട് ശരീരശാസ്ത്ര. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ മെലിഞ്ഞൊട്ടിയ കറുത്ത ഒരു വലിയ ഉയരമുള്ള മനുഷ്യനാണ്. ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഭീമാകാരമായ ഒരു ശരീരത്തിന്റെ ഉടമയാണ്. ഇരുട്ടിൽ ഇങ്ങനെ ഉമർ ഇങ്ങനെ വരുന്നുണ്ട്. ആ ഉമറിനെ അങ്ങോട്ട് അണച്ചു പിടിക്കാൻ ഉമറാണ് മനസ്സിലായില്ല. സിദ്ദീഖിലൊക്കെ പറഞ്ഞത്. അപ്പോഴാണ് ഇങ്ങനെ കാണുന്നത് ഉമറാണ് ഈ പണി നേരത്തെ ചെയ്തു വെച്ചത്. അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്തറിയാമോ? ഉമറേ, എനിക്ക് സ്വർഗം കിട്ടുന്നതിന് നിനക്കെന്താ ഇത്ര വിഷമുണ്ടോന്ന്? ഒരു സംഗതി ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെയാ? മരണത്തെക്കുറിച്ച് ഹബീബായ റസൂൽ പറഞ്ഞൊരു വാക്കതാ, ലദ്ദാത്ത്. ലദ്ദത്ത് എന്ന് പറഞ്ഞാൽ ആനന്ദം, സന്തോഷം എന്നാണ്. ലദ്ദാത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആനന്ദങ്ങൾ, എല്ലാ ആനന്ദങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വാക്കുകൾ ചുരുക്കുന്നു. ഇസ്ലാം നമുക്ക് അന്നൊരു സംഗതി എന്തറിയോ? നിങ്ങൾ വെറുതെ ഇരിക്കുന്ന അധ്വാനിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി അവരെ ആസ്വദിപ്പിക്കണം. സ്വന്തം ആസ്വാദനത്തെക്കാൾ അപ്പുറം അങ്ങനെ ഒരു ആസ്വാദനമുണ്ട്. അത് നമുക്ക് ആഫിയത്ത് വേണ്ടേ? ഈ ആഫിയത്തിന് വേണ്ടി ചോദിക്കാൻ കിട്ടുന്ന എല്ലാ അവസരവും നമ്മൾ ഉപയോഗപ്പെടുത്തും. ഒരവസരവും നഷ്ടപ്പെടുത്തരുത്. എത്ര വരെ ഇടയിരുത്തുണ്ടല്ലോ നിസ്കാരത്തിലെ, അതിൽ പറയുന്ന വാക്കില്ലേ, റബ്ബി ഉഫ്ർലി വർഹംനി. ചില മദ്ഹബുകളിൽ എനിക്ക് തോന്നുന്നത് ഈ പ്രാർത്ഥന ഇല്ലാന്ന. റബ്ബി ഉഫ്ർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഒതുങ്ങി അവിടെ ഇരിക്കുക. ഫർളുസ്കാരത്തിൽ ചിലപ്പോ നമുക്ക് ജമാഅത്തായിട്ട് കഴിയുമ്പോൾ കുറെ നേരം ഇങ്ങനെ നിന്ന് ചെല്ലാൻ കഴിഞ്ഞോളം ഉണ്ടാവില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നമ്മളിത് ഇങ്ങനെ നിർത്തി ചെല്ലണം. എന്നിട്ട് ഹബീബായ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു പ്രാർത്ഥന കൂടി പഠിപ്പിച്ചു തന്നു. അതുകൂടി നിങ്ങൾ എന്റെ കൂടെ ചെല്ലണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, പലപ്പോഴും പഠിപ്പിച്ചതാണ് കേട്ടോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് അഫ്വും തരണം, ആഫിയത്തും തരണം. അതിന്റെ തുടർച്ചയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. എവിടൊക്കെ ആഫിയത്ത് വേണം? ഫീ ദീനി, എന്റെ ദീനില്, പിന്നെ
ഫിദീനി വദുനിയായ, എന്റെ ദുനിയാവിലെ, ഫീ അഹ്ലി വമാലി, എന്റെ കുടുംബത്തിലെ, എന്റെ ഉപജീവന വഴിയിലെ, എന്റെ സമ്പത്തിലെ എല്ലാം എനിക്ക് ആഫിയത്ത് തരണം. വസ്തുർ ഔറാത്തി വആമിൻ ഔറാത്തി, എന്റെ ന്യൂനതകളൊക്കെ മറച്ചു വെക്കണം. പ്രാർത്ഥനയാണ് നമ്മുടെ കരുത്ത്. എപ്പോഴും എന്തു സംഭവിക്കാത്തൊരു ലോകമാണ്, പ്രത്യേകിച്ച് ഈ ഞാൻ പറഞ്ഞല്ലോ കോവിഡാനന്തരമുള്ള കാലം. അതുകൊണ്ട് എന്തു സംഭവിച്ചാലും ഏറ്റവും പ്രധാനം ഏതാ വരുള്ളൂ? മരണമാണ് വളരെ പ്രധാനം. എങ്കിൽ ആ മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ, തൃപ്തിയോടുകൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കർമ്മങ്ങളാണ് വളരെ പ്രധാനം. ആ കർമ്മങ്ങളിൽ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് അമലു സ്വാലിഹാത്തിന്റെ മേഖലകളിൽ നമ്മൾ സജീവമായി നിൽക്കണം. ഒരു നിമിഷത്തെ പോലും നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്ന് നിർബന്ധമുണ്ടാകണം. നമുക്ക് പ്രാർത്ഥിക്കുക, അള്ളാഹുവിന്റെ തൗഫീഖിന് വേണ്ടി തേടുക. റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. സകലമാന മുസീബത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും നമ്മുടെ ഉമ്മത്തിനെയും നാടിനെയും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവേ, എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന്, താങ്ങാവുന്നതിലപ്പുറമുള്ള വേദനകളിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തുരക്ഷിക്കുക റബ്ബേ. നിന്റെ കാരുണ്യത്തിന്റെ ചിറകിനടികൾ കഴിഞ്ഞുകൂടാൻ സൗഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കല്ല. ഞങ്ങളുടെ മക്കളിൽ നിന്ന് സന്തോഷകരമായ അനുഭവം രണ്ട് ലോകത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തന്ന ആരോഗ്യം, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാത്തിലും നീ ഞങ്ങൾക്ക് ആഫിയത്തും ബർക്കത്തുമുള്ള സാഹചര്യം തന്ന് തുണക്കണമേ റഹ്മാനെ. ഈ ലോകം വിട്ടു പിരിയുമ്പോ നിന്റെ നാമം ഉച്ചരിച്ച് സംതൃപ്തിയോടുകൂടെ നിന്നെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം തന്ന് ഞങ്ങളെ തുണക്കണമേ റഹ്മാനെ. ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. وسلام على المرسلين والحمد لله رب العالمين.